ആരാണെന്നുള്ള ബോധ്യം എനിക്ക് ഉണ്ടാക്കി തരുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. നാം ദൈവത്തിന്റെ മക്കളെന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. യു സീ, അങ്ങനെ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾ നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മൾ മക്കൾ. 17-ാം വാക്യം വായിക്കുമ്പോൾ റോമർ 8:17, നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം ലഭിച്ചാലത്രേ. അവനോടുകൂടെ തേജസ്കരിക്കപ്പെടുക. അപ്പൊ പുത്രത്വത്തിന്റെ ഒരു പ്രധാനപ്പെട്ട നിലയിൽ പുത്രത്വത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതെന്ന് പറയുന്നത് തേജസ്സാണ്. ആദമനും ഹവ്വയ്ക്കും അവരെ തേജസ്സും ബഹുമാനവും ദൈവം അണിയിച്ചിരുന്നെന്നാണ് പറയുന്നത്. ആ തേജസ് ഉള്ളതുകൊണ്ട് പിന്നെയും പറയുന്നതെല്ലാം അതാണ്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് നമ്മൾ അറിയുന്നു. എന്നിട്ട് 20-ാമത്തെ വാക്യത്തിൽ സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും. വീണ്ടും ആ തേജസ്സിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. എന്നാൽ ആ തേജസ്സിന്റെ ആ പ്രൈം ആ ഏറ്റവും ആത്യന്തികമായി നമ്മൾ പൂർണ്ണമായും തേജസ്കരിക്കപ്പെടുന്നത്, നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ തന്നെ പുത്രത്വത്തിലേക്ക് നമ്മൾ മടങ്ങി വരുന്നു. പുത്രത്വത്തിന്റെ അവകാശമാണ് തേജസ്. എന്നാൽ ആത്യന്തികമായി നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ വീണ്ടും നമ്മൾ തേജസ്കരിക്കപ്പെടുകയാണ്. നമുക്കറിയാമല്ലോ, ഒരു വ്യക്തി വീണ്ടും ജനിക്കുന്നത് അവൻ നീതീകരിക്കപ്പെട്ട ശേഷമാണ്. അപ്പോൾ ആദ്യമുള്ളത് ജസ്റ്റിഫിക്കേഷനാണ്. അപ്പോൾ ജസ്റ്റിഫിക്കേഷൻ തുടങ്ങി പിന്നീട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു റേസ് ആണത്, അല്ലെങ്കിൽ ഒരു ഓട്ടക്കളമായിട്ടാണത് ചിന്തിക്കുന്നതെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആ ജസ്റ്റിഫിക്കേഷൻ കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് കയറിയാൽ പിന്നീട് നമ്മൾ ആ ട്രാക്കിലൂടെ ഓടുകയാണ്. ഈ ഓട്ടം എന്ന് പറയുന്നത് സാങ്ക്ടിഫിക്കേഷനാണ്. ആദ്യത്തേത് ജസ്റ്റിഫിക്കേഷനാണ്. ആ സാങ്ക്ടിഫിക്കേഷന്റെ ഒടുവിൽ നമ്മൾ ചെന്നെത്തുന്നതാണ് ഗ്ലോറിഫിക്കേഷൻ അഥവാ തേജസ്കരണം. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം, അത് മറ്റൊരു വിശാലമായ സബ്ജക്റ്റാണ്. എങ്കിലും ഏറ്റവും ആത്യന്തികമായി നമ്മൾ ചെന്നെത്തുന്നത് സമ്പൂർണമായ തേജസ്സിന്റെ അവസ്ഥയിലേക്കാണ്. ആദമും ഹവ്വയും തേജസ് ധരിച്ചവരായിരുന്നു. അങ്ങനെ തേജസ്സിന്റെ വസ്ത്രം അവർക്കുണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് പിതാവിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാൻ ഒരു പ്രയാസവും ഇല്ലായിരുന്നു. കാരണം അവർക്ക് നാണം തോന്നേണ്ട കാര്യമില്ല. കാര്യം അവർക്ക് നേരത്തെ ഉടുപ്പൊന്നും ഇല്ലായിരുന്നു. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഉടുപ്പില്ലാഞ്ഞിട്ടും അവർക്ക് നഗ്നതയൊന്നും ഫീൽ ചെയ്തില്ല. എന്താന്ന് ഫിദിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കയറി ചെല്ലാൻ ഒരു പ്രയാസവും ഇല്ലായിരുന്നു. കാരണം അവര് തേജസ്സിന്റെ വസ്ത്രം ധരിച്ചവരായിരുന്നു. ഈ തേജസ്സിന്റെ വസ്ത്രം ധരിക്കാതെ ആർക്കും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല. ഏദൻ തോട്ടത്തിൽ വെച്ച് അവർക്ക് നഷ്ടപ്പെട്ടത് തേജസ്സിന്റെ വസ്ത്രമാണ്. അതിനു മുമ്പ് അവർ ധൈര്യത്തോടെ ദൈവത്തിന്റെ അടുത്തേക്ക് എല്ലാ ദിവസവും വൈകുന്നേരം ഇറങ്ങി വരുന്നു. നമുക്കറിയാമല്ലോ, എവ്രി കൂൾ ഓഫ് ദ ഡേ ഗോഡ് വാസ് കമ്മിങ് ഡൗൺ. എന്നിട്ട് അവന്റെ മക്കളായ ആദമും ഹവ്വയും ഓടിച്ചെല്ലും. കാര്യം നോക്കിയിരിക്കുക പിതാവ് വരുന്നത്. ആ തേജസ്സിന്റെ വസ്ത്രമുള്ളത് കൊണ്ട് ആ തേജോമയനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഇവർക്ക് ഓടിച്ചെല്ലാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു. എന്നാൽ സംഭവം നമ്മൾ കാണുന്നത്, അവർ പാപം ചെയ്തപ്പോൾ അവർക്ക് തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു. തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അവർക്ക് പുത്രത്വം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതാണ് കറക്റ്റ്. കാര്യം തേജസ്സും പുത്രത്വവും ഒരുമിച്ചാണ് പോകുന്നത്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ 3-ാം അധ്യായത്തിൽ ആ വേദഭാഗം നമുക്ക് അറിയാവുന്ന വേദഭാഗമാണ്. അവിടെ 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവുമെന്ന് സ്ത്രീ കണ്ടു, ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്ന് തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞു. ഈ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്നു കഴിഞ്ഞപ്പോൾ ഇരുവരുടെയും കണ്ണു തുറന്ന് അവർ നഗ്നരെന്ന് കണ്ടു.
ഇരുവരുടെയും കണ്ണ് തുറന്നു തുടങ്ങി കഴിഞ്ഞ് ഇവരെന്തോ അന്ധരായിരുന്നു. ഒരു പരിധിവരെ അന്ധരായിരുന്നു എന്ന് പറയാം. കാര്യം അവരുടെ കണ്ണുകൾ അതുവരെ തുറന്നിരുന്നത് ദൈവത്തിങ്കലേക്കാണ്. ഇപ്പോൾ അവരിലേക്ക് തന്നെ നോക്കി. ഇതുവരെ അവരുടെ ഐഡന്റിറ്റി ദൈവവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവരുടെ ഐഡന്റിറ്റി ദൈവവുമായിട്ടുള്ളത് നഷ്ടപ്പെട്ടു. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇപ്പം നമ്മളവിടെ കാണുന്നത് അവരുടെ കണ്ണ് തുറന്നു. തേജസ്സിന്റെ വസ്ത്രം അവർക്ക് നഷ്ടപ്പെട്ടു. തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തേജോമയനായ ദൈവത്തിന്റെ അടുത്തേക്ക് അവർക്ക് ചെല്ലാൻ കഴിയുകയില്ല. കാരണം സൃഷ്ടിയിൽ അവരെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരുന്നതാണ്. ഈ തേജസ്സിന്റെ വസ്ത്രം ഇവർക്ക് നഷ്ടപ്പെട്ടതാണ് പാപത്തിന്റെ പരിണിത ഫലമായി നമ്മളവിടെ കാണുന്നത്. അതുകൊണ്ട് അവർ നഗ്നരെന്ന് അറിഞ്ഞു. അവരുടെ തേജസ് നഷ്ടപ്പെട്ടപ്പോൾ അവർക്ക് പുത്രാധികാരം നഷ്ടപ്പെട്ടു. പിന്നീട് അവർക്ക് പിതാവിന്റെ അടുത്തേക്ക് ചെല്ലുവാൻ കഴിയുന്നില്ല. അപ്പൊ തേജസ്സിന്റെ വസ്ത്രമായിരുന്നു പുത്രത്വത്തിന്റെ അധികാര ചിഹ്നം. ഞാൻ പുത്രനാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് അവർക്ക് തേജസ്, ദൈവം അണിയിച്ച തേജസ്, അത് പുത്രാധികാരമാണ്. തേജസ്സിന്റെ വസ്ത്രമായിരുന്നു പിതാവിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാനുള്ള താക്കോൽ. പാപം മനുഷ്യന്റെ തേജസ്സിന്റെ വസ്ത്രം കീറിക്കളഞ്ഞു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പൊ അവര് നോക്കിയിട്ട് അവര് പറയാണ് വി ആർ നെയ്ക്കഡ്. എന്നിട്ട് അവര് ദൈവത്തിൽ നിന്ന് ഓടി. അതായത് അവര് അന്യോന്യം നഗ്നരെന്ന് അതല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് വെറും അവരുടെ വസ്ത്രം നഷ്ടപ്പെട്ടത് മുഖേന ഉണ്ടായ ശാരീരികമായ നഗ്നത എന്നതിനേക്കാൾ ഇവിടെ നഗ്നത എന്ന് പറയുന്നത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ കഴിയാതെ വണ്ണം അവർക്ക് നഷ്ടപ്പെട്ട തേജസ്സിനെ കുറിച്ചാണ്. അല്ലാതെ അവർക്ക് തുണിയില്ലാതായി, അതുകൊണ്ട് അവർക്ക് നഗ്നരാണ്, അതുകൊണ്ട് ദൈവത്തിന്റെ അടുത്തോട്ട് പോകാൻ അവർക്ക് മടിയുണ്ടായി എന്നുള്ളൊരർത്ഥമില്ല. അതല്ല പ്രത്യുത. അവർക്ക് ദൈവത്തിങ്കലേക്ക് പ്രവേശിക്കുവാൻ തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടതായ അവസ്ഥ. അതുകൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്യുകയാണ്? അതിന്റെ 8-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവരെ ഓടി ഒളിച്ചിരിക്കുകയാണ്. അവർ ഇരുവരുടെയും കണ്ണു തുറന്ന് തങ്ങൾ നഗ്നരെന്നറിഞ്ഞു. അത്തിയില കൂട്ടി തുന്നി ഒരു അരയാട ഉണ്ടാക്കി. അത്തിയില. അതുപോലെ കാര്യം ഇന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെന്ന് കയറുവാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ അതിന് പകരമായിട്ട് അത്തിയല ഉണ്ടാക്കിയെന്ന്. അത്തിയല ഉണ്ടാക്കിയാൽ നമ്മുടെ ശരീരത്തിന്റെ നഗ്നത മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. എന്നിട്ടും അവർക്ക് ദൈവസന്നിധിയിൽ ഇപ്പൊ അത്തിയല കൂട്ടി തുന്നി ഉണ്ടാക്കി കഴിഞ്ഞിട്ടും അവരെന്താ? അത്തിയില കൂട്ടി തുന്നി അരയാട ഉണ്ടാക്കി. പക്ഷെ എന്നാ പിന്നെ ഇപ്പൊ ഇനിയിപ്പോ കുഴപ്പമില്ലല്ലേ, നല്ല അത്തിയലയൊക്കെ ഉണ്ട്, എന്നാ പിന്നെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാമെന്ന് അവർ ചിന്തിച്ചോ? ഇല്ല. കാര്യം അങ്ങനെയുള്ള ശാരീരിക നഗ്നതയല്ല അവിടുത്തെ വിഷയം. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാത്ത നിലയിൽ തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടതാണ് ഇവിടുത്തെ വിഷയം. അവർ ചിന്തിച്ചു അത്തിയല കൂട്ടി തുന്നിയാൽ തേജസ്സിന്റെ വസ്ത്രം കിട്ടുമെന്ന്. തേജസ്സിന് പകരം അത്തിയല ഉണ്ടാക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ കാണുന്ന എല്ലാ മതങ്ങളും ചെയ്യുന്നത്. ദൈവത്തിങ്കലേക്ക് പ്രവേശിക്കുവാൻ, തേജോമയനായ ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലാൻ തേജസ്സിന്റെ വസ്ത്രം വേണം, പുത്രാധികാരം വേണം. അതില്ലാതെ കുറെ നമ്മൾ കാണുന്നതായ പല തരത്തിലുള്ള ആചാരങ്ങളും പാരമ്പര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ടൊന്നും ദൈവത്തിന്റെ അടുത്ത് ചെല്ലാൻ പറ്റത്തില്ല. ഏത് റിലീജിയൻ ആണെങ്കിലും ആചാരങ്ങളും പാരമ്പര്യങ്ങളും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നിങ്ങളെ കൊണ്ടു ചെല്ലുകയില്ല. അത് ഏത് മതമാണെങ്കിലും, നമ്മൾ പറയുന്ന ക്രിസ്തീയ മതമാണെങ്കിലും ആചാരങ്ങളും പാരമ്പര്യങ്ങളും കൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിന്റെ സന്നിധി ചെല്ലാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലണമെങ്കിൽ ഒന്നാമത് പുത്രാധികാരം ലഭിക്കണം. കാര്യം പുത്രന്മാർക്ക് മാത്രമേ പിതാവായ ദൈവത്തിന്റെ അടുത്തേക്ക് കയറി ചെല്ലുവാൻ കഴിയുകയുള്ളൂ. പിതാവിനോട് ആക്സസ് ഉള്ളത് പുത്രന്മാർക്കാണ്. പുത്രാധികാരം ലഭിക്കണമെങ്കിൽ നമുക്ക് തേജസ്സിന്റെ വസ്ത്രം മടക്കി കിട്ടണം. തേജസ്സിന്റെ വസ്ത്രം നമുക്ക് മടക്കി കിട്ടുന്നത് നമ്മൾ മക്കളാകുമ്പോഴാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ റിലേറ്റഡ് ആണ്.
അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് വീണ്ടും പ്രവേശിക്കുവാനുള്ള ഏക മാർഗം വീണ്ടും ജനിക്കുക എന്നുള്ളതാണ്. വീണ്ടും ജനിക്കുമ്പോൾ നമ്മൾ ആത്മാവിനാൽ ജനിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയും. അത് മാത്രമേ കഴിയൂ. അല്ലാതെ ബാക്കി എന്തെല്ലാം ആചാരങ്ങൾ നമ്മൾ ആചരിച്ചാലും എത്ര പാരമ്പര്യങ്ങൾ പിന്തുടർന്നാലും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് ഞാൻ ഒന്നും കൂടെ ഓർപ്പിക്കുകയാണ്. എന്നാൽ ആത്മാവിനാൽ ജനിച്ചാൽ ആത്മാവാകുന്ന ദൈവത്തിന്റെ അടുത്തേക്ക് കയറി ചെല്ലുവാൻ കഴിയും. മനുഷ്യന് ദൈവത്തിന്റെ സന്നിധിയിൽ കയറി ചെല്ലാൻ കഴിഞ്ഞത് അവനൊരു ആത്മജീവി ആയതുകൊണ്ടാണ്. എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്നു കഴിഞ്ഞപ്പോൾ അവന്റെ ആത്മാവ് മരിക്കുകയാ, ശരിക്കും മൃതമായി തീർന്നു. അപ്പോഴാണ് അവർക്ക് ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അവർ ദൈവത്തിൽ നിന്ന് ഓടി ഒളിച്ചു. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. ഇതെല്ലാം റിലീജിയനാണ്. ഏതെങ്കിലും വൃക്ഷത്തിന്റെ പുറകിൽ പോയി ഒളിച്ചിരുന്ന ഉടനെ ദൈവത്തിന്റെ കണ്ണുകളിൽ നിന്ന് നിങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റുമോ? ചിലരുടെ ചിന്ത ദൈവം കാണാതെ അവർ ഒളിച്ചിരുന്നു. എലി വിസൽ എന്ന് പറയുന്ന ഒരു നോബൽ പ്രൈസ് വിന്നറാണ്, ഒരു അർമേനിയൻ റൈറ്ററാണ്, ജ്യൂവ. അദ്ദേഹം നാസി പാളയത്തിൽ കഷ്ടം അനുഭവിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളുണ്ട്, നോബൽ പ്രൈസ് വരെ കിട്ടിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവില് അദ്ദേഹം പറയുന്ന ഒരു സംഭവം, കഥയല്ല, ഒരു സംഭവം, അത് ഈ നാസി പട്ടാളക്കാരുടെ പട്ടാള ക്യാമ്പിൽ പീഡിപ്പിക്കപ്പെട്ടതായ ഒരു യഹൂദ റബിയെ കുറിച്ചുള്ള ഒരു കഥയാണ്. ചില പ്രായമുള്ള യഹൂദ റബി. അപ്പോൾ ഈ നാസി പട്ടാളക്കാര് ഇദ്ദേഹത്തെ കളിയാക്കാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരൻ ഒരു പട്ടാളക്കാരനാണ്. അവൻ പറഞ്ഞു, റബി, നിങ്ങളുടെ ഈ വേദപുസ്തകം ഉണ്ടല്ലോ, അത് ഞാൻ ആദ്യം ഒന്ന് വായിക്കാനൊക്കെ നോക്കി. എൻ്റെ വീട്ടിലൊരെണ്ണം ഉണ്ടായിരുന്നു, എൻ്റെ അപ്പനും അമ്മയൊക്കെ അവരൊക്കെ വായിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ ആദാമും ഹവ്വായും മരത്തിന്റെ പുറകിൽ ഒളിച്ചിരുന്നു. അപ്പൊ ദൈവം വന്നിട്ട് ചോദിച്ചു, ആദാമേ നീ എവിടാന്ന്? നിങ്ങളൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ടല്ലോ, ദൈവം സർവ്വവ്യാപിയാണ്, സർവജ്ഞാനിയാണ്. എന്നിട്ട് ഈ ദൈവത്തിനെന്താ ഈ മരത്തിന്റെ പുറകിൽ ഒളിച്ചിരിക്കുന്ന ആദാമിനെ കണ്ടുപിടിക്കാൻ കഴിയാഞ്ഞത്? അന്ന് ഞാൻ വായിക്കുന്നത് നിർത്തി. ഇത് ഈ നാസി പട്ടാളക്കാരൻ പയ്യൻ പറഞ്ഞതാണ്. ഈ യഹൂദ റബി അവനോട് പറഞ്ഞു, മോനെ, നീ സീരിയസ് ആണെങ്കിൽ ഞാൻ അതിന്റെ അർത്ഥം പറഞ്ഞു തരാം, അല്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. സീരിയസ് ആണെങ്കിൽ ഞാൻ പറയാം. എന്താണ് ആദമേ നീ എവിടെ എന്ന് ചോദിക്കുന്ന വാക്കിന്റെ അർത്ഥം? വേർ യു ആർ എന്ന് നമ്മുടെ ഭാഷയിൽ ചോദിക്കുമ്പോൾ നീ എവിടെ ഒളിച്ചിരിക്കുന്നത് എന്നുള്ള അർത്ഥം നമുക്ക് തോന്നാം. എന്നാൽ എബ്രായ ഭാഷയിൽ ആ വാക്കിന് ഭയങ്കര മീനിങ് ഉണ്ട്. അത് പല വാക്കുകളുടെ ഒരു കോമ്പിനേഷനാണ്. ആഡം, വേർ യു ആർ, വാട്ട് യു ഹാവ് ഡൺ, വൈ ദിസ് ഹാപ്പൻ, എന്ത് നീ ചെയ്തത്, എന്താ പറ്റിയത്, ഞാൻ നിന്നെ എവിടെയാ ആക്കിയത്, ഇപ്പോൾ നീ എവിടെയാണ്? അതാ എന്റെ കറക്റ്റ്. ഞാൻ നിന്നെ എവിടെയാണ് ആക്കിയത്, ഇപ്പോൾ നീ എവിടെയാണ്? വൈ, വാട്ട്, വേർ, ഹൗ, ഇതിന്റെ എല്ലാം കൂടെ ഒരു കോമ്പിനേഷനാണ് ഇവിടെ ആദമേ നീ എവിടെയെന്ന് ചോദിക്കുന്നത്. അത് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ കരച്ചിലാണ്. ഈ യഹൂദ റബി പറഞ്ഞ കാര്യമാണ്. അത് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ കരച്ചിലാണ്. എന്റെ മോനെ, നീ എന്തായി കാണിച്ചത്? ഞാൻ നിന്നെ എവിടെയാ ആക്കിയത്? നീ ഇപ്പൊ എവിടെയാ? എന്തു പറ്റി? എങ്ങനെ ഇത് സംഭവിച്ചു എന്നെല്ലാം കൂടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആദമേ നീ എവിടെ എന്ന് ചോദിക്കുന്നത്. ദൈവത്തിന്റെ ഹൃദയം പൊട്ടിയുള്ള ഒരു കരച്ചിലാണ് അത്. പ്രിയമുള്ളവരെ, ആദം എവിടെ ഒളിച്ചിരുന്നതെന്ന് അറിയാൻ വയ്യാഞ്ഞത് കൊണ്ട് കർത്താവ് ചോദിച്ചാൽ ഏത് മരത്തിന്റെ പുറകിലാണ് നീ ഒളിച്ചിരിക്കുന്നത്? ആ ഒരർത്ഥത്തിലല്ല. പ്രത്യുത നീ എന്ത് കാണിച്ചു? ആദം പറയുകയാണ്, നിന്റെ ഒച്ച ഞാൻ കേട്ടു. അതിന്റെ 10ാമത്തെ വാക്യത്തിൽ, തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടു. ഇന്നലെ
ദൈവത്തിന്റെ ഒച്ച കേട്ടപ്പോൾ ദൈവത്തിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നിരുന്നവനായ ആദം ഇന്ന് ദൈവത്തിന്റെ ഒച്ച കേട്ടപ്പോൾ ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുകയാണ്. ക്രിസ്തുവിനോടൊരുവൻ ചേർന്നിടുമ്പോൾ അവനോട് ഏകീഭവിച്ചിടുന്നു, ഏകാത്മാവായിടുന്നു. ക്രിസ്തുവിനോടൊരുവൻ ചേർന്നിടുമ്പോൾ ദൈവത്തോടെ ഏകീഭവിച്ചിടുന്നു, ഏകാത്മാവായിടുന്നു. ഇനി ജീവനോ മരണമോ എന്നെ അവനിൽ നിന്നും അകറ്റുകില്ല. അവനോട് ഞാൻ നിത്യമായി പിരിയാത്തവണ്ണം ചേർന്നിരിക്കുന്നു. ഇനി ജീവനോ മരണമോ എന്നെ അവനിൽ നിന്നും അകറ്റുകില്ല. അവനോട് ഞാൻ നിത്യമായി പിരിയാത്തവണ്ണം ചേർന്നിരിക്കുന്നു. തേജസ്സെന്നിൽ കവിഞ്ഞൊഴുകുന്നു, നിൻ സ്നേഹമെന്നിൽ നിറഞ്ഞൊഴുകുന്നു. നിൻ സമ്പൂർണത എന്നിൽ നദികളായി വെളിപ്പെട്ടിടുന്നു. പ്രിയ യേശുവേ, ദൈവത്വമെന്നിൽ കവിഞ്ഞൊഴുകുന്നു, നിൻ ജീവനെന്നിൽ നിറഞ്ഞൊഴുകുന്നു. നിൻ സമ്പൂർണത എന്നിൽ നദികളായി വെളിപ്പെട്ടിടുന്നു. പ്രിയ യേശുവേ, ദൂരസ്ഥനായിരുന്ന എന്നെ നിന്റെ രക്തത്താൽ സമീപസ്ഥനാക്കിയല്ലോ, ശത്രുത്വം നീക്കിയല്ലോ. ജാതീയനായിരുന്ന എന്നെ നിന്നിൽ കൂട്ടാവകാശിയാക്കി മാറ്റിയല്ലോ, നിൻ പൈതലാക്കിയല്ലോ. ഇനിമേൽ നാം അന്യരല്ല, ക്രിസ്തേശുവിൻ ഭവനക്കാരത്രേ. സർവവാഗ്ദത്തങ്ങൾക്കും നാം തന്റെ യോഗ്യതയാ പങ്കാളിയത്രേ. ഇനിമേൽ നാം അന്യരല്ല, ക്രിസ്തേശുവിൻ ഭവനക്കാരത്രേ. സർവവാഗ്ദത്തങ്ങൾ